ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചോറും മൂന്നാല് കൂട്ടാനും, അതായത് മീൻകറിയും മോരുകറിയും മെഴുക്കുപുരട്ടിയും ഒക്കെ കൂട്ടി അതും ചോറും എല്ലാം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട്, അതായത് നമ്മുടെ കേരള സ്റ്റൈൽ ലഞ്ച് മെനു, അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അതിനായിട്ട് ഞാൻ ഓൾറെഡി കോവയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവയ്ക്ക അരിഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ തന്നെ കോവലാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് കോവയ്ക്കായും പിന്നെ കുറച്ച് പയറും ഉണ്ടായിരുന്നു. ആ പയറും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഞാൻ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് ഇത് എണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയാണതാണ് ഇത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പയറും ഉണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞ് ഇട്ടേക്കുകയാണ്. നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയായി കിട്ടും. ഞാൻ അടപ്പ് തുറന്നപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കായും പയറും നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ നല്ല വഴഞ്ചു വരണം. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നേരം വെളിച്ചെണ്ണ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരള സ്റ്റൈലിൽ എന്തുണ്ടാക്കിയാലും നമ്മൾ നമ്മുടെ നാടൻ, അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ഒരു മണം വേറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല വെളിച്ചെണ്ണയിൽ വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റി എടുക്കണം. അതായത് നമ്മുടെ കോവയ്ക്കായും പയറും ഒക്കെ ഒന്ന് മുരിഞ്ഞു വരണം. എന്നാലാണ് ഈ മെഴുക്കുവരട്ടിയുടെ രുചി നമുക്ക് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ്. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ മുറിഞ്ഞു വരും, നല്ല തിക്കായിട്ടാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡറോ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് പെട്ടെന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇതുപോലെ മിക്സിയിലിട്ട് ഒരു പൾസ് ചെയ്താൽ മതി. നല്ലപോലെ നമ്മുടെ മോര് അല്ലെങ്കിൽ നമ്മുടെ തൈര് നല്ലതുപോലെ കിട്ടും. ഓക്കെ, അന്നേരം നമുക്ക് നല്ല മോരുകറിയൊക്കെ വെക്കാൻ നേരം നല്ല ഒരു കൺസിസ്റ്റൻസിയിലിരിക്കും. അത് കട്ടിയൊക്കെ മാറി ലൂസായിട്ട്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ചോറ് വെക്കാൻ വേണ്ടിയുള്ള അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ അരി നല്ലതുപോലെ, നമ്മുടെ ബ്രൗൺ റൈസാണ്, കേരള സ്റ്റൈൽ റൈസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആകണം. ആ ഒരു ലെവൽ വരെ നമ്മൾ കഴുകണം. എന്നാൽ മാത്രമേ ആ അരിയിലുള്ള അഴുക്കോ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് വെക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു റൈസിൻ്റെ കുക്കിംഗ് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അന്നേരം അല്ലെങ്കിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ചോറ് റെഡിയായിട്ട് കിട്ടും. അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു. ഇരട്ടി വെള്ളം ഒഴിക്കണം. ഓക്കെ, നമ്മൾ എത്രമാത്രം റൈസാണോ എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസും അവിടെ ഇരുന്ന് കുക്കായിക്കോളും. ഈ സമയത്ത് നമ്മുടെ മെഴുക്കുപുരട്ടി നമുക്കൊന്ന് നോക്കണം. കാരണം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചതല്ലേ. നമ്മുടെ മെഴുക്കുപുരട്ടി കണ്ടോ, നല്ല പാകമായി നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ മുരിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക നല്ല വെന്ത് അതുപോലെ പയറും എല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് മോര് കാച്ചാൻ വേണ്ടി നമ്മൾ ഓൾറെഡി മോര് കടഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഇനി അത് നമുക്ക് മോര് കറി വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വറ്റൽ മുളക് അരിഞ്ഞ് ഇടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. വറ്റൽമുളക് ഇല്ല എങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ഇട്ടാലും മതി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച്. ഓക്കെ, ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഇഞ്ചിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും എല്ലാം നല്ല മുരിഞ്ഞ് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില,
കറിവേപ്പിലയുടെ ഒരു മണം ഭയങ്കരമാണ്. നമ്മുടെ മോരുകറിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഓക്കെ. ഇനി നമുക്കിതിന് വേണ്ട മസാല, അതായത് മസാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോരുകറിക്ക് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര ചേർത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ തൈരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ. ഇപ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ഒരിക്കലും നമ്മൾ കൂട്ടി ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ മോര് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ പ്രഷർ കുക്കർ അടിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ്, അതാണ് അതിൻ്റെ ഒരു സമയം. ഓക്കെ. അതവിടെ കുക്കാവുന്ന സമയത്ത് നമുക്ക് മീനൊന്ന് റെഡിയാക്കി. മീൻ ഓൾറെഡി കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതേ സമയം തന്നെ നമ്മുടെ കുടംപുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കുടംപുളി അതിൻ്റെ സത്തൊക്കെ നല്ലതുപോലെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ മീൻ കറി പെട്ടെന്ന് കുക്കാകാനും പെട്ടെന്ന് റെഡിയായി കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ കുടംപുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാൻ പോവുകയാണ്. നമ്മുടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതേപോലെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകം നമ്മൾ വഴറ്റി സമയമൊന്നും കളയേണ്ട കാര്യമില്ല. അത്രയും എണ്ണയൊക്കെ നമ്മുടെ നല്ല തിളച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചുവന്നുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുകയാണ്. ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ ഇത് സഹായിക്കും. എരിവ് വേണ്ടവർക്ക് സാധാരണ നമ്മുടെ എരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ചേർക്കേണ്ട ഒരു കാര്യം ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദ് വരും. അതുപോലെ ഉലുവാപ്പൊടി 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മൾ എന്തുമാത്രമാണോ മീൻ എടുത്തേക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയും ഇതൊക്കെ അളവിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം. കണ്ടോ, നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സ്വാദിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് എന്തുമാത്രം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നു അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചു. നല്ല തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് മീൻകറി എടുക്കാം. ഇതിപ്പം നല്ല കുറുകിയ ചാറോട് കൂടി ഒരു മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒരു 8 to 10 മിനിറ്റ്സ് ഒന്ന് കുക്കായിട്ട് എടുത്തിട്ട് നമുക്ക് ചോറ് വെന്തോ എന്ന് നോക്കാം. അതിന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മോരുകറി പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. മോരുകറി നമ്മുടെ റെഡിയായിരിക്കുകയാണ്. കണ്ടോ, മോരുകറി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ. ആ സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടിയും കൂടെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. മെഴുക്കുവരട്ടി എടുക്കാനുള്ള പാത്രം ഇതാണ്. ഇതിലേക്ക് നമുക്ക് മെഴുക്കുവരട്ടി എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മോരുകറി, മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക പാലുകറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാൻ മറന്നുപോയി. പിന്നീട് ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് വെണ്ടയ്ക്ക പാലുകറി വളരെ ടേസ്റ്റിയോടെ ഉണ്ടാക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ആ സമയത്ത് നമ്മുടെ ചോറ് നോക്കാം, എന്തായെന്ന് നോക്കാം. നമ്മുടെ ചോറ് നല്ല പോലെ വെന്തിരിക്കുകയാണ്. അതൊന്ന് കാണിച്ചു തരാം ഞാൻ.
അതിൻ്റെ പരുവം നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ്. ചോറെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഞെക്കി നോക്കാം. നല്ലതുപോലെ ഞെങ്ങ് കൊള്ളുന്നുണ്ടെങ്കിൽ ചോറ് വെന്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിലേക്ക് ഇട്ട് ചോറൊന്ന് വാർത്ത് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, മീൻകറി വെന്ത് കഴിഞ്ഞു കേട്ടോ, അത് കാണിച്ചില്ല. പക്ഷേ മീൻകറിയും വെന്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ചോറെടുക്കുകയാണ്. മോരുകറി ഒഴിച്ചു, കോവയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്തു. അടുത്തത് വെണ്ടയ്ക്ക പാലുകറിയാണ്. വെണ്ടയ്ക്ക പാലുകറിയും കൂടി എടുത്തു. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. ചോറ് തീരുന്നത് കാലിയാകുന്നത് അറിയത്തില്ല, അത്രയ്ക്ക് രുചിയായിട്ടുള്ളതാണ്. പിന്നെ മീൻകറി ഉണ്ടല്ലോ, നല്ല വെന്തിരിക്കുകയാണ്. ആ മീൻകറിയും കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയൊരു മീൻകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. See you friends in next video. Bye bye.